ഒരു എക്സാം സീസൺ ആണല്ലോ ഇപ്പോൾ വരാൻ പോകുന്നത്. നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ RRBയുടെ NTPC എക്സാംസും അതേപോലെ RPFൻ്റെ എക്സാംസും എല്ലാം തന്നെ കലണ്ടർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ LSG മെയിൻസ് വരാൻ പോകുന്നുണ്ട്. അടുത്ത വർഷം ആകുമ്പോഴേക്ക് SSC GD കോൺസ്റ്റബിൾ ആദ്യം തന്നെ നടക്കും. അപ്പം ഈ എക്സാംസിലെല്ലാം തന്നെ ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ 2 കൊല്ലത്തെ നമുക്ക് 2023 അതേപോലെ 2024 കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് നല്ല ധാരണ തന്നെ വേണം. അപ്പം നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് 2023 ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് ആ ഒരു സെഷനിലേക്ക് പോകാം. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? നെയിം ദ മൂവ്മെന്റ് ഓഫ് ദി മേഘാലയ ഗവൺമെന്റ് അഗെയിൻസ്റ്റ് ട്യൂബർക്യുലോസിസ് ദാറ്റ് റിസീവ്ഡ് ആൻ അവാർഡ് ഫോർ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ കൺട്രോളിംഗ് ദ ഡിസീസ്. ഇപ്പോൾ ചോദ്യം എന്താണ്? മേഘാലയ ഗവൺമെന്റിന്റെ ഒരു മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റ് എന്തിൻ്റെ അഗെയിൻസ്റ്റ് ആണ്? ഒരു പെർട്ടിക്കുലർ ഡിസീസിന്റെ അഗെയിൻസ്റ്റ് ആണ്. ട്യൂബർക്യുലോസിസ് എന്ന് പറയുന്ന ഡിസീസിന്റെ അഗെയിൻസ്റ്റ് ആണ്. അപ്പം അതിനൊരു അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൂവ്മെന്റ് പേര് എന്താണെന്നാണ് ചോദ്യം. എന്താണ് ആ മൂവ്മെന്റ് പേര്? ഇനി ഐഡിയ എന്താണ്? ജൻ ആന്തോളൻ എന്നാണ് അതിൻ്റെ പേര്. ശരിക്കും ഇതിൻ്റെ നേരത്തെ പേര് ടി ബി മുക്ത് ഭാരത് ക്യാമ്പയിൻ എന്നായിരുന്നു. അതാണ് പിന്നീട് മാറ്റിയിട്ട് ജൻ ആന്തോളൻ എന്നാക്കിയത്. അത് മേഘാലയ ഗവൺമെൻറ്റിൻ്റെ ട്യൂബർക്ലോസിസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ശ്രദ്ധിക്കുക, ഈ ജൻ ആന്തോളൻ എന്ന് പറയുന്ന പേരിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവും കൂടിയുണ്ട്. അതൊരു ന്യൂട്രീഷണൽ അവയർനെസ് ഇനീഷ്യേറ്റീവാണ്. അതായത് പോഷൻ അഭിയാൻ എന്ന് പറയും. സോ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പോഷണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പോഷൻ അഭിയാൻ. അതിൻ്റെ പേര് ജൻ ആന്തോളൻ തന്നെയാണ്. സോ മേഘാലയ ഗവൺമെൻറ് ജൻ ആന്തോളൻ ഈസ് അഗെയിൻസ്റ്റ് ട്യൂബർക്യുലോസിസ്. ഓക്കെ, സോ അതിന് നമ്മൾ ഈ പറയുന്ന പോഷൻ അഭിയാന് ജൻ ആന്തോളൻ എന്നും പറയാറുണ്ട്, ജൻ ഭാഗീദാരി എന്നും പറയാറുണ്ട്. ജൻ ഭാഗീദാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾസ് മൂവ്മെൻറ്റ്, അതായത് പീപ്പിൾസ് കോപ്പറേറ്റീവ്, ജനങ്ങളുടെ കോപ്പറേഷനിലൂടെ നടന്നു പോകുന്ന ഒരു മൂവ്മെൻറ്റ് എന്നുള്ളതാണ് ജൻ ഭാഗീദാരി, പാർട്ടിസിപ്പേഷൻ ഓഫ് ദി പീപ്പിൾ. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവുക. മേഘാലയ ചീഫ് മിനിസ്റ്ററിൻ്റെ പേര് എന്താണ്? കോൺറാഡ് സാങ്മയാണ് മേഘാലയ CMൻ്റെ പേര്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. നെയിം ദ പ്രോജക്ട് ലോഞ്ച്ഡ് ബൈ ദി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ അസോസിയേഷൻ വിത്ത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. സോ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. ആരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ആൻഡ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് വരുന്നത്? വയനാട് ജില്ലയിലാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു റൂട്ട് ഔട്ട് ഇൻവേസീവ് സ്പീഷീസ്, അതായത് അധിനിവേശ സസ്യങ്ങൾ, ഇതിനെ റൂട്ട് ഔട്ട് ചെയ്യാൻ, പാടെ കളയുക എന്നുള്ള അർത്ഥത്തിലും നാച്ചുറൽ ഫോറസ്റ്റ് റീസ്റ്റോർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലും കൂടി ലോഞ്ച് ചെയ്ത പ്രോജക്റ്റാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രോജക്റ്റ്. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. എന്താണ് അതിൻ്റെ പേര്? വനീകരൺ എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്, അലോങ് വിത്ത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, സോ എസ്പെഷ്യലി അതിന് പ്രത്യേകിച്ചും ഒരു സ്പീഷീസിനെ എടുത്തു പറയുന്നുണ്ട്, സെന്ന സ്പെക്ടാബിലിസ്. ഈ സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്ന പോലെ കണിക്കൊന്ന പോലെ ഇരിക്കുന്ന മഞ്ഞക്കൊന്ന എന്ന് നമ്മൾ പറയുന്നത് നാട്ടുപുറത്തൊക്കെ ധാരാളം തന്നെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇൻവേസീവ് സ്പീഷീസാണ്, ഇൻവേസീവ് പ്ലാന്റ് ആണ്. അപ്പം ഇതിനെ ഒന്ന് റൂട്ട് ഔട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വനീകരൺ പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാൽ, ഹൂ വാസ് അപ്പോയിന്റഡ് ദ ന്യൂ ചീഫ് സയന്റിസ്റ്റ് ഓഫ് ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സോ WHO പുതിയ ചീഫ് സയന്റിസ്റ്റ് ആരാണെന്നാണ് ചോദ്യം വരുന്നത്. ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ ജെറമി ഫെറാർ. ഓക്കെ, സോ അത് പഠിച്ചു വെച്ചേക്കുക. Now next question is which country has emerged as a top oil supplier to India replacing Iraq. സോ ഈ ഇറാഖ് ആയിരുന്നു നമുക്ക് ടോപ്പ് ഓയിൽ സപ്ലയർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇറാഖിനെ റീപ്ലേസ് ചെയ്തിട്ട് ഏതോ ഒരു പെർട്ടിക്കുലർ രാജ്യം വന്നിട്ടുണ്ട്, എമർജ് ചെയ്തിട്ടുണ്ട്. അത് ഏത് രാജ്യമാണെന്നുള്ളത് ഏതായിരിക്കും? അത് റഷ്യയാണ്. സോ റഷ്യ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ടോപ്പ് ഓയിൽ സപ്ലയർ റഷ്യയാണ്. ഈ റഷ്യയിൽ നിന്ന് വരുന്ന ഓയിലിനൊരു പേരുണ്ട്, യൂറൽ ഓയിൽ എന്ന് നമ്മൾ പറയും. യൂറൽ മൗണ്ടൈൻസ് അറിയാലോ, യൂറൽ മൗണ്ടൈൻസ് എന്ന് പറയുന്നത് റഷ്യ കിടക്കുന്നതാണ്. സോ യൂറൽ ഓയിൽ എന്ന് പറയുന്നതും റഷ്യൻ ഓയിലിൻ്റെ മറ്റൊരു പേരാണ് യൂറൽ ഓയിൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ. വിച്ച് കൺട്രി ഹാസ് റീസെൻ്റ്ലി പാസ്ഡ് ദി സ്മോക്ക് ഫ്രീ എൻവയൺമെൻറ്റ്സ് ആൻഡ് റെഗുലേറ്റഡ് പ്രോഡക്ട്സ് സ്മോക്കിംഗ് ടുബാക്കോ. അതായത് ടുബാക്കോ സ്മോക്ക് അല്ലെങ്കിൽ സ്മോക്കിംഗ് ടുബാക്കോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമെൻമെൻറ്റ് ആക്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്മോക്ക് ഫ്രീ എൻവയൺമെൻറ്റ് സൃഷ്ടിക്കുക, അതേപോലെ തന്നെ ടുബാക്കോ പ്രോഡക്ട്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഏതോ ഒരു രാജ്യം റീസെൻ്റ്ലി ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു എൻഡ് ടുബാക്കോ സ്മോക്കിംഗ് ബൈ 2025. 2025 തന്നെ
ആ കൺട്രിയിൽ ടുബാക്കോ സ്മോക്കിങ്ങിന് ഒരു എൻഡ് വരുത്തുക, ഒരു അറുതി വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊരു അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പം ആ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ആ രാജ്യം? ആ രാജ്യമാണ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൻ്റെ പ്രത്യേക ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈവൻ വെയ്പ്പിംഗ് തന്നെ യൂത്തിൻ്റെ അമങ്സ്റ്റ് ഉള്ളതാണ് വെയ്പ്പിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ അതും കൂടി ഒഴിവാക്കുക, ടുബാക്കോ എന്ന് പറയുന്ന ടുബാക്കോ പ്രോഡക്ട്സും പാടെ ഒഴിവാക്കുക 2025 എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ, വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് ദി ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2022? ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് റീഫ്രെയിം ചെയ്യാം കേട്ടോ. വിച്ച് സിറ്റി ഹോസ്റ്റഡ് എന്ന് കൊടുക്കാം, വിൽ ഹോസ്റ്റ് അല്ലല്ലോ, 2022 കഴിഞ്ഞു. സോ വിച്ച് സിറ്റി ഹോസ്റ്റഡ് ദി ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2022? ഏത് സിറ്റിയാണ് 2022 ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്തത്? ഏതാണ് ആ സിറ്റി? ഭോപ്പാലാണ് കേട്ടോ. ഭോപ്പാൽ എവിടെയാണ് കിടക്കുന്നത്? മധ്യപ്രദേശിൽ. സോ മധ്യപ്രദേശിലെ ഭോപ്പാലാണ് 2022 ഫെസ്റ്റിവൽ നോക്കുക, ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ്. എന്താണത്? ദ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് എവറി ഇയർ സിൻസ് 2015. അതായത് 2015 മുതലാണ് ഇത് ആരംഭിച്ചത്. സോ അന്ന് മുതൽ എല്ലാ വർഷവും തന്നെ ഈ ഒരു സയൻസ് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പേര് ശ്രദ്ധിക്കുക, ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ആണ്. ഉദ്ദേശം ടു എൻകറേജ് സയൻറ്റിഫിക് ടെമ്പർ എൻകറേജ് ചെയ്യാനാണ്. ആൻഡ് 2023 9th എഡിഷൻ കഴിഞ്ഞു. അത് ഫരീദാബാദിലാണ് നടന്നത്. ഫരീദാബാദ് എവിടെയാണ് കിടക്കുന്നത്? ഹരിയാനയിലാണ്. ആൻഡ് 2024 നടക്കാൻ പോകുന്നത് 10th എഡിഷൻ ആണ്. അത് നടക്കാൻ പോകുന്നത് ആസാമിലാണ്, ഗുവാഹട്ടിയിലാണ് അത് നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ കസാഖ്സ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് കാസിന്ദ് 2022 വാസ് ഹെൽഡ് ഇൻ. സോ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയും കസാഖ്സ്ഥാനും തമ്മിലുള്ള ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ശ്രദ്ധിക്കുക, കാസിന്ദ് എന്താണ്? ഓക്കെ, സോ അത് ഓർക്കാനും എളുപ്പമാണ്. കസാഖിസ്ഥാനിലെ KAZ വന്നു, ഇന്ത്യയുടെ INDയും വന്നു അല്ലേ. സോ കാസിന്ദ് ആണ്. സോ കാസിന്ദ് വാസ് ഹെൽഡ് ഇൻ. എവിടെയാണ് നടന്നതെന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ് നടന്നത്? 2022 നടന്നത് ഉംറോയ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉംറോയ് എവിടെയാണ് വരുന്നത്? മേഘാലയയിൽ. ഓക്കെ, ഉംറോയ് ഇൻ മേഘാലയ. ആൻഡ് 2023 കഴിഞ്ഞു, കാസിൻ്റെ 2023 വേർഷനും കഴിഞ്ഞു. ദാറ്റ് വാസ് ഹെൽഡ് ഇൻ കസാഖ്സ്ഥാൻ. അത് കസാഖ്സ്ഥാനിൽ തന്നെയാണ് നടന്നത്. ഓട്ടർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് നടന്നത്. ഇനി 2024 അത് ഓലി എവിടെയാണ് വരുന്നത്? ഉത്തരാഖണ്ഡിലാണ്. അപ്പം 3 കൊല്ലത്തും നമുക്ക് കിട്ടി. 2022 മിലിറ്ററി എക്സസൈസ് ആണ് കേട്ടോ. ഇന്ത്യ കസാഖിസ്ഥാൻ, ഉംറോയ്, മേഘാലയ. പിന്നെ നമ്മൾ 2023 കസാഖ്സ്ഥാനിൽ പോയി, 24 തിരിച്ച് നമ്മൾ എങ്ങോട്ടേക്ക് വന്നു? ഇന്ത്യയിലേക്ക് വന്നു, ഉത്തരാഖണ്ഡ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് ടീം ഹാസ് ബീൻ ക്രൗൺഡ് ആസ് ദി ചാമ്പ്യൻസ് ഓഫ് ടെന്നീസ് പ്രീമിയർ ലീഗ് 2022? സോ ടെന്നീസ് പ്രീമിയർ ലീഗിൻ്റെ 22 വിന്നേഴ്സ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഹൈദരാബാദ് സ്ട്രൈക്കേഴ്സ് ആണ് കേട്ടോ. ഹൈദരാബാദ് സ്ട്രൈക്കേഴ്സ്, STRIKERS. സോ ഹൈദരാബാദ് സ്ട്രൈക്കേഴ്സ് ആണ് 2022 ചാമ്പ്യൻസ് എന്ന് പറയുന്നത്. 2023 കഴിഞ്ഞു. 2023 ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ബംഗളൂരു SG മേവറിക്സ് ആണ് കേട്ടോ. സോ എന്നാൽ മേവറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മേവറിക് എസ് എ പേഴ്സൺ ഹു തിങ്സ് വെരി ഇൻഡിപെൻഡൻ്റ്ലി. ഒരു ഇൻഡിപെൻഡൻറ്റ് വേയിൽ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരെയാണ് നമ്മൾ എന്താ പറയുന്നത്? മേവറിക് എന്ന് പറയുന്നത്. അവർ സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെയല്ല, വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളെയാണ് നമ്മൾ മേവറിക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് കൺട്രി ഹാസ് റീസെൻ്റ്ലി അനൗൺസ്ഡ് എ ന്യൂക്ലിയർ ഫ്യൂഷൻ ബ്രേക്ക് ത്രൂ എ ഹിസ്റ്റോറിക് സ്റ്റെപ്പ് ടുവേർഡ്സ് എ പ്രോമിസ് ഓഫ് നിയർ ലിമിറ്റ്ലെസ് ക്ലീൻ എനർജി? എന്താണ് ചോദ്യം? ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി നിയർ ലിമിറ്റ്ലെസ് ക്ലീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ച കൺട്രി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ആ കൺട്രി? USA ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ടെക്നോളജിയാണ്? ന്യൂക്ലിയർ ഫിഷൻ ടെക്നോളജിയാണ്. അതുകൊണ്ടുള്ള ഒരു കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിന് റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റേഡിയേഷൻ ഒരുപാട് കാലത്തേക്ക് ആ റേഡിയേഷൻ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ സേഫായിട്ട് തന്നെ സ്റ്റോർ ചെയ്യണം. അതേസമയം ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണെങ്കിൽ എനർജി വളരെ കൂടുതലുമാണ്. ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വളരെ ഷോർട്ട് ലിവ്ഡ് ആണ്. കുറച്ച് കാലത്തേക്ക് മാത്രമാണ് അത് റേഡിയോ ആക്റ്റീവ് ആവുന്നത്. അതുമാത്രവുമല്ല, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് തീരെ ഇല്ല എന്നും പറയാം. അതുകൊണ്ട് തന്നെ ദിസ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ക്ലൈമറ്റ് ചേഞ്ച്. സോ എന്തുകൊണ്ടും ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയാണ് കുറച്ചും കൂടി ഒരു ഗ്രീൻ എനർജി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതും. അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ റേഡിയോ ആക്ടിവിറ്റിയും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബ്രേക്ക് ത്രൂ ടെക്നോളജി തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
Which Indian initiative was recognized as one of the top 10 world restoration flagships to revive the natural world by the United Nations? അതായത് ഇന്ത്യയിലെ ഏതോ ഒരു ഇനീഷ്യേറ്റീവ് UN റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. വേൾഡിലെ 10 ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, അതായത് നാച്ചുറൽ വേൾഡിലേക്ക്, അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാധനത്തിനെ തിരിച്ച് നാച്ചുറൽ വേൾഡിലേക്ക് തിരിച്ച് അതേപോലെ തന്നെ ആക്കാൻ പറ്റുന്ന ഏതോ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഇന്ത്യയുടെ കയ്യിലുണ്ട്, ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അത് ഏത് ഇനീഷ്യേറ്റീവാണ് അങ്ങനെ UN റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഏത് ഇനീഷ്യേറ്റീവാണ് അങ്ങനെ UN റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്? നമാമി ഗംഗെ ഇനീഷ്യേറ്റീവാണ്. അതായത് ഗംഗ ക്ലീൻ ചെയ്യുക, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഗംഗയെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമാമി ഗംഗെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. സോ ഇതാണ് UN റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ വൺ ഓഫ് ദി ടോപ്പ് 10 വേൾഡ് റെസ്റ്റോറേഷൻ ഫ്ലാഗ്ഷിപ്സ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്